നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 2024 റീസെന്റ് ആയിട്ട് PSC ചോദിച്ച പ്രധാനപ്പെട്ട സയൻസ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനാണ്. കൂടുതലും SCERT ഫാക്ട്സ് തന്നെയാണ് PSC സയൻസ് ക്വസ്റ്റ്യൻസിന് ചോദിക്കുന്നത്. അപ്പോൾ SCERT എല്ലാ ചാപ്റ്റേഴ്സും നോക്കിയിട്ട് പോവുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനിയുടെ പേര് എന്ത്? ന്യൂറാലിങ്ക്. അപ്പൊ മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ഏതാ? ന്യൂറാലിങ്ക്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാന് നൽകിയ പേരെന്താ? നീലു. നീലപ്പൊന്മാൻ, നീലു. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുത്ത് എഴുതുക. ചർവണകവും അഗ്രചർവണകവും. ചവച്ചരയ്ക്കാൻ, അതിൽ തന്നെ ഉണ്ടല്ലോ ചവച്ചരയ്ക്കാൻ, ചർവണകം, ചവച്ചരയ്ക്കാൻ, ചർവണകം, അഗ്രചർവണകം. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി. ഏത് വിളയുടെ സങ്കരയിനമാണ് സൽകീർത്തി? വെണ്ട. വെണ്ടയുടെ സങ്കരയിനമാണ് സൽകീർത്തി. വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2006. 2006 വനാവകാശ നിയമം നിലവിൽ വന്നത്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1984. 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏതാണ്? ഗോവ. ഗോവയിലാണ് 2024 IFFI നടന്നത്. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാ? സ്വീഡൻ. സ്വീഡനാണ് ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം. വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതാണ്? ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. ഈ 3 സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. അപ്പൊ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് പുതിയ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിന് വേണ്ടി 10th പ്രിലിംസ് ബാച്ച് ഉണ്ട്. അതിൽ ഇപ്പോൾ കഴിഞ്ഞ phase 1 എക്സാമിന്റെ 100 ക്വസ്റ്റ്യൻസിന്റെയും റിലേറ്റഡ് ഫാക്ട്സ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥ ആയ രീതിയിൽ ഞാൻ പഠിച്ച രീതിയിലാണ് ആപ്പിലെ എല്ലാ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഫുൾ സിലബസ് കവറേജ് ആണ്. അപ്പോൾ 10th പ്രിലിംസിന്റെ ക്ലാസ് എടുത്താലും 10th മെയിൻസിന്റെ പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ബാച്ച് ഉണ്ട്. അതുപോലെ ഫയർമാന്റെ ബാച്ച് ഉണ്ട്. ജനറൽ PSC ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ബാച്ച് ഉണ്ട്. വരാനിരിക്കുന്ന കമ്പനി LGS, ബെർക്കോ LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ എങ്ങനെയാണോ പഠിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായത് ആ ഒരു രീതിയിലാണ് ക്ലാസ്സുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, SCERT NCERT ക്ലാസ്സുകൾ, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ്സുകൾ വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒരുപാട് അവസരങ്ങളാണ് വരുന്നത്. ഒന്നും പാഴാക്കരുത്. കിട്ടുന്ന അവസരങ്ങളിൽ കയറി പോകാൻ വേണ്ടി നോക്കാം. അടുത്ത ചോദ്യം, തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കണം? ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n = 360 ഡിവൈഡഡ് ബൈ തീറ്റ -1. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോണളവ് തീറ്റയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ -1 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. -1 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ +1 ആവത്തില്ലേ? അപ്പോൾ n+1 = 360 ഡിവൈഡഡ് ബൈ തീറ്റ. 360 ഡിവൈഡഡ് ബൈ തീറ്റ. തീറ്റയല്ലേ കണ്ടുപിടിക്കാനുള്ളത്, കോണളവല്ലേ കണ്ടുപിടിക്കാനുള്ളത്. 360 ഡിവൈഡ് ബൈ n+1 എന്ന് വരും. ഇവിടെ n-ന്റെ വാല്യൂ എത്രയാണ്? n-ന്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 3 + 1 4. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രിയാണ് ഉത്തരം. അടുത്ത ചോദ്യം,
കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും. ശരിയാണ്. ഒരു കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിന്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കും. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്ത ചോദ്യം, ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ് ശരി. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിന്റെ സവിശേഷതയായി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇത് തീ കെടുത്തുന്ന വാതകമാണ്. ഇത് തീ കെടുത്തുന്ന വാതകം. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന വാതകം ഏതാ? വിനാഗിരി എന്നാൽ അസറ്റിക് ആസിഡ്, ബേക്കിംഗ് സോഡ എന്നാൽ സോഡിയം ബൈകാർബണേറ്റ്. ഇവ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് പുറന്തള്ളുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. ഓക്കെ, അടുത്ത ചോദ്യം, സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര് താഴെ കൊടുത്തവയിൽ ഏതാ? സഹജയാണ്. അടുത്ത ചോദ്യം, കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിന്റെ പേരെന്താണ്? കൈരളി എന്നതാണ്. കൈരളി. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാ? വുഹാനാണ്. വുഹാൻ, ചൈന. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ജീവിതശൈലി രോഗം അല്ലാത്തത് ടൈഫോയിഡ് ആണ്. ടൈഫോയിഡ്. പ്രമേഹം, രക്താതിമർദ്ദം, പക്ഷാഘാതം എന്നിവ ജീവിതശൈലി രോഗങ്ങളാണ്. സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് ഏതാ? മാമോഗ്രാം ആണ്. മാമോഗ്രാം. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനം ഏത്? ജ്യോതിസ് എന്നതാണ്. ജ്യോതിസ്. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏത്? എംപോക്സ് മലപ്പുറം. മലപ്പുറം പോക്സ് എന്നോർത്താൽ മതി. അപ്പോൾ M4 മലപ്പുറം എന്നോർക്കാം. എംപോക്സ് മലപ്പുറം. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു ഏത്? വിബ്രിയോ കോളറേ. വിബ്രിയോ. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതിയുടെ പേരാണ് ശലഭം എന്ന പദ്ധതി. ശലഭം. ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം ഏത്? ബ്ലീച്ചിങ് പൗഡർ ആണ്. ബ്ലീച്ചിങ് പൗഡർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? പൂനെ. പൂനെയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്നവരിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? JP നഡ്ഡ. JP നഡ്ഡയാണ്. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് മാർഗേണയാണ് ഹെപ്പറ്റൈറ്റിസ് A പകരുന്നത്? മലിനമായ ഭക്ഷണ പാനീയങ്ങളിൽ കൂടി. ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താ? MAL. MAL എന്നത് ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയ പേരാണ്. താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം? നിപ്പയും എംപോക്സും ആണ്. നിപ്പയും എംപോക്സും. അടുത്ത ചോദ്യം, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിറ്റാമിൻ എയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിറ്റാമിൻ A. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തേ. ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏത്? ദേശീയ വനനയം നിലവിൽ വന്നത് 1988 1988. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? IUCN. IUCN ആണ് റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്. വംശനാശം സംഭവിച്ച ജീവികളും സസ്യങ്ങളും ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ബുക്കാണ് റെഡ് ഡേറ്റ ബുക്ക്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്ത്? സിഗ് ആണ്. സിഗ്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കറിയുപ്പിന്റെ രാസനാമം തിരഞ്ഞെടുക്കുക. സോഡിയം ക്ലോറൈഡ് ആണ്. സോഡിയം ക്ലോറൈഡ്.
പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ രൂപം. രാസോർജമാണ് പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ രൂപം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ്, അതായത് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ. ഇവിടെ ആറ്റത്തെ പറ്റിയുള്ള പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെ? എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. ഈ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ളത് എല്ലാ അയിരും ധാതുക്കളാണ് എന്നതാണ്. ഇത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. എല്ലാ ധാതുക്കളും അയിരല്ല, എല്ലാ അയിരും ധാതുക്കളാണ്. SCERT ഫാക്റ്റ് ആണ് ഇത്. അടുത്ത ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്ത്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ചാ പ്രതിരോധം. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ചാ പ്രതിരോധം. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ആർക്കാണ് ലഭിച്ചത്? എത്ര പേർക്കാണ് ലഭിച്ചത്? 3 പേർക്കാണ് ലഭിച്ചത്. 3 പേർക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? ഇവിടെ മലമ്പനിയാണ് പ്രോട്ടോസോവ രോഗം, മലമ്പനി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത്? ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? EEG ആണ്, EEG. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേരാണ് കാർസാപ്പ്. കാർസാപ്പിന്റെ ഫുൾ ഫോം എന്താ? കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നതാണ് കാർസാപ്പിന്റെ പൂർണ്ണരൂപം. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏത്? പ്ലാസ്മോഡെസ്മേറ്റ. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി നെഗ്ലേറിയ ഫൗലേറി ആണ്, നെഗ്ലേറിയ ഫൗലേറി. അടുത്ത ചോദ്യം, ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം പ്ലൂറയാണ്, പ്ലൂറ. താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതൊക്കെ? അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു, പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്നും കരടിലെത്തിക്കുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ഏത്? നിലമ്പൂരാണ്, നിലമ്പൂർ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാ? അസമാണ്, അസം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ് ആണ്, നാഗാലാൻഡ്. ഓക്കെ, അപ്പോൾ അടുത്തിടെ PSC ചോദിച്ച പരീക്ഷകളിലെ പ്രധാനപ്പെട്ട സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകളെല്ലാം നടന്നു വരികയാണ്. അഡ്മിഷൻ ഓപ്പൺ ആണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.